അമ്മേ മോനെ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി പോയടാ. ഡോക്ടറെ എല്ലാം വെട്ടിക്കളഞ്ഞു മോനെ. നമ്മുടെ കുടുംബത്തിന് കുഞ്ഞിക്കാല് കാണാൻ സാധിക്കില്ല. കട്ട് ചെയ്താ? ഏത് ഡോക്ടർ? വിളിക്കേ ഏതവനാ? എനിക്ക് ഇങ്ങനെ അറിയണം. ഞാൻ അടിച്ചാൻ പൊളിക്കുന്നതല്ല, കത്തിക്ക് ഞാൻ. ഏത് ഡോക്ടർ? എവിടെ ഡോക്ടർ? ഇങ്ങോട്ട് ഇറങ്ങിയോളൂ. ഇപ്പൊ സർജറി കഴിഞ്ഞ അതന്നെ, താനെങ്കിൽ ഇറങ്ങിയോ? ഞാനിപ്പോ വരാം. വാങ്ങിക്കോട്ട്. യെസ്. താൻ എന്താ പറയുക എന്റെ കുടുംബത്തോട് കാണിച്ചേ? എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. 2 മിനിറ്റ്, എനിക്ക് 2 മിനിറ്റ് തരണം. ഇരിക്കും, ശാന്തമാവും. നിങ്ങളുടെ ഭാര്യനെ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർക്ക് പൾസ് ഉണ്ടായിരുന്നില്ല, BP വളരെ ലോ ആയിരുന്നു, ഒരുപാട് രക്തം ഒഴുകിയായിരുന്നു. അവർക്ക് ഗർഭാശയതര ഗർഭം അഥവാ എക്ടോപിക് പ്രഗ്നൻസി, ട്യൂബിൽ ഇംപ്ലാന്റ് ചെയ്ത പ്രഗ്നൻസി ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ട്യൂബ് ഓൾറെഡി പൊട്ടിയായിരുന്നു. ഈ പൊട്ടിയ ട്യൂബ് എന്ന് പറയുന്നത് ഈ തുറന്നു വിടുന്ന ടാപ്പ് പോലെ അത്രത്തോളം രക്തം ഒഴുകിയായിരുന്നു. ഇൻട്രാപ്പ് തന്നെ നമുക്ക് 2 ബ്ലഡ് കൊടുക്കേണ്ടി വന്നു. ഒരു പ്രാവശ്യം ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്യൂബ് റിമൂവ് ചെയ്യാണ്ട് നമുക്ക് വേറൊരു മാർഗവും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ട്യൂബ് റിമൂവ് ചെയ്തത്, അവരുടെ ജീവൻ രക്ഷിക്കാൻ. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അടുത്ത വരുന്ന നിങ്ങളുടെ ആശങ്ക കുടുംബത്തിൻ്റെ ഭാവി. ഒരു ട്യൂബ് റിമൂവ് ചെയ്താലും മറ്റേ ട്യൂബ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ 60 to 70% ചാൻസ് ആണ് നോർമൽ പ്രഗ്നൻസി ഉണ്ടാവാൻ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എല്ലാവരോടും. ഓക്കെ, എനിക്ക് ഇനിയും കുറേ ജോലിയുണ്ട്, ഞാനൊന്ന് പോട്ടെ. സാർ സോറി. ഇറ്റ്സ് ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാം.